ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും അംഗം അട്ടഹാസമാണ് നമ്മുടെ സബ്ജക്റ്റ്. അശ്വന്ത് കോക്ക് ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ പിന്നെ നടനുമായിട്ടുള്ള മാധവ് സുരേഷ് ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് കണ്ടതാണ്. അശ്വന്ത് കോക്ക് കാശ് മേടിച്ചിട്ടാണ് തന്റെ റിവ്യൂ പറയുന്നത് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇതിന്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള അനിൽകുമാർ പ്രസ് മീറ്റ് വിളിച്ചിരുത്തി പറഞ്ഞു. അതിനുശേഷം കോക്ക് രാത്രി 2 മണിക്ക് വെള്ളമടിച്ച് പൂക്കുറ്റിയായിട്ട് ഇങ്ങനെ പച്ചത്തറി വിളിച്ചുകൊണ്ട് വീഡിയോ ഇട്ടു. സാധനം അങ്ങോട്ട് കത്തി. യവന്മാര് പിന്നെ വേറല്. അത് കഴിഞ്ഞ് ഇതിന്റെ നായകനായിട്ടുള്ള മാധവ് സുരേഷ് ന്യൂസ് 18 ചാനലിലൊക്കെ വന്നിരുന്ന് മെഴുകുന്ന കണ്ടു. എന്നാൽ ഇപ്പോൾ അശ്വന്ത് കോക്കിനെ പച്ചത്തറി വിളിച്ചുകൊണ്ട് ഓളാ പാട്ടി നാറി പരനാറി എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഇതിന്റെ ഡയറക്ടർ സുജിത് എസ് നായർ രംഗത്ത് വന്നിരിക്കുകയാണ്. യവന്മാർക്ക് നിർത്തിപ്പോകാൻ ഉദ്ദേശമില്ലെന്നാണ് തോന്നുന്നത്. എന്താണെങ്കിലും പുള്ളി പറയുന്നതെന്ന് കേൾക്കാം. നമസ്കാരം, എന്റെ പേര് സുജിത് എസ് നായർ. ഞാൻ അംഗം അട്ടഹാസം എന്ന സിനിമയുടെ സംവിധായകനാണ്. നമസ്കാരം. എന്താണെങ്കിലും ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായതിന്റെ പേരിൽ ചേട്ടൻ ഫേമസ് ആയി. സാധാരണഗതിയിൽ ഒരു പടം എടുത്ത് സൂപ്പർ ഹിറ്റ് ഒക്കെ ആകുന്ന സമയത്താണ് ഒരു പുതിയ സംവിധായകർ ഫേമസ് ആവാറുള്ളത്. പടം എടുത്ത് പൊട്ടിച്ചാലും ഞാൻ ഫേമസ് ആകും എന്ന് താങ്കൾ തെളിയിച്ചിരിക്കുകയാണ്. അതിന് വലിയൊരു കയ്യടി ചേട്ടൻ അർഹിക്കുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങളുടെ സിനിമയും എയറിലാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ നല്ലപോലെ അറിയാം. നിങ്ങളുടെ സിനിമ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് സിനിമ ഏറിപ്പോയി. സിനിമ എടുത്തവനും കാശ് മുടക്കിയവനും അതിനകത്ത് അഭിനയിച്ച എല്ലാവരും ഏറി പോകുന്ന ആദ്യമായിട്ടാണ് ആ ഒരു പ്രതിഭാസം നമ്മൾ കാണുന്നത്. നല്ലപോലെ അറിയാം. ബാക്കി പറ കേൾക്കട്ടെ. അശ്വന്ത് കോക്ക് ഉൾപ്പെടെയുള്ള 2-3 വ്ളോഗർമാര് സീൻ ബൈ സീന് കഥ പറഞ്ഞ് പടത്തെ നശിപ്പിക്കുകയും പ്രൊഡ്യൂസറും നായകനും ചേർന്ന് പ്രസ് മീറ്റ് നടത്തുകയും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ മാന്യമായിട്ട് പറയുകയും ചെയ്തു. അന്ന് രാത്രി അശ്വന്ത് കോക്ക് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാവാം പറഞ്ഞത് എന്തൊക്കെയാണെന്നും അതിൽ അയാള് ഒത്തിരി റീച്ച് കിട്ടുകയും ലക്ഷക്കണക്കിന് രൂപ അതിലൂടെയും കുപ്രസിദ്ധിയിലൂടെയും അയാൾ നേടിയെടുക്കുകയും ചെയ്തു. പിന്നെ പത്രക്കാരെ വിളിച്ചു വരുത്തി പ്രസ് മീറ്റിൽ തോന്നിവാസം എന്ന് പറഞ്ഞിരുന്ന നോക്കിയിരിക്കണം. ഒരാളെ പറ്റി ഇത്രയും പത്രക്കാരുടെ മുന്നിൽ വന്ന് ഒരു അലിഗേഷൻ പറയുമ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള പ്രൂഫ് വെച്ചിട്ട് സംസാരിക്കണം. അതും പോട്ടെ, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിൽ പറയാലോ. അവൻ പൈസ മേടിച്ചിട്ടാണ് റിവ്യൂ പറയുന്നത്, എനിക്ക് സംശയമുണ്ട്, എനിക്ക് തോന്നുന്നു, ആരണ്ടൊക്കെ പറയുന്നത് ഞാൻ ഇതുപോലെ കേട്ടിട്ടുണ്ട്, ഈ രീതിയിലൊക്കെ സംസാരിച്ചാൽ പിന്നെയും കുഴപ്പമില്ല. അതിലൊരു ക്ലാരിറ്റി ഇല്ല. മേടിക്കാനും മേടിക്കാതിരിക്കാനും ഉള്ള സാധ്യത ഉണ്ടെന്ന് നമുക്ക് കരുതാം. പക്ഷെ നിങ്ങളുടെ പ്രൊഡ്യൂസർ അങ്ങനെയല്ല സംസാരിച്ചത്. എനിക്ക് വ്യക്തമായ അറിവുണ്ട് അശ്വന്ത് കോക്ക് പൈസ മേടിച്ചിട്ട് തന്നെയാണ് റിവ്യൂ പറയുന്നത് എന്നാണ് പറഞ്ഞത്. വ്യക്തമായ അറിവുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ വ്യക്തമായ അറിവുണ്ടെങ്കിൽ പ്രൂഫ് വെച്ചിട്ട് സംസാരിക്കണം. അത് കാണിക്കാത്ത പക്ഷം കോക്ക് വെള്ളം അടിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിലും അങ്ങനെ ഒരു വീഡിയോ ഇട്ടതിൽ ഒരു തെറ്റുമില്ല. നിങ്ങൾ അർഹിക്കുന്നു. വീഡിയോ ഇട്ടെങ്കിലും എന്താ, ഒന്നും കൂടെ റീച്ച് ആയില്ലയോ? അതും നിങ്ങൾക്ക് ഗുണം തന്നെ ഉണ്ടാകത്തുള്ളൂ. ഇനി ആ പടം റീ റിലീസ് ആവുകയാണെങ്കിൽ 4 പേര് അധികം കയറും. ഇത്രയും കോൺട്രവേഴ്സി ഉണ്ടാക്കിയ പടം ഇല്ലേ, എങ്കിലും ഒന്ന് തല വെച്ചേക്കാം എന്നും പറഞ്ഞ് 4 പേര് അധികം കയറും. അത് വെച്ച് നിങ്ങൾക്ക് ഗുണം ഉണ്ടാകത്തുള്ളൂ. ലക്ഷങ്ങൾ മുടക്കിയാൽ കിട്ടാത്ത പ്രൊമോഷനാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. പടം ഇറക്കാൻ പ്ലാൻ ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോ ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ട് എൻ്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും പലപ്പോഴും പറയുകയുണ്ടായി, സുജിത്തെ, ഇത്രയും വിഷയമായിട്ട് നിങ്ങൾ എന്താണ് പ്രതികരിക്കാത്തത്? നിങ്ങളല്ലേ ഈ സിനിമയുടെ സംവിധായകൻ, നിങ്ങൾക്കും പറയാനില്ലേ? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രതികരിക്കാതിരിക്കുന്നത്? നല്ല സ്നേഹമുള്ള സുഹൃത്തുക്കളാണെന്ന് തോന്നുന്നു. ഓൾറെഡി തന്നെ പടം എടുത്തവനും പടത്തിനകത്ത് അഭിനയിച്ചവനും കാശ് മുടക്കിയവനും ഏറിപ്പോയി. അതിന്റെ കൂടെ സംവിധായകനെയും കൂടെ ഏറിക്കയറ്റാനുള്ള നല്ല ഉപദേശമാണ് സുഹൃത്തുക്കൾ വഴി താങ്കൾക്ക് കിട്ടിയത്. ഇതങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് മിക്കവാറും കോക്കൊരു വീഡിയോയും കൂടെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ മറ്റൊരു ബഹിരാകാശത്താണെങ്കിൽ അണ്ണൻ അതും കഴിഞ്ഞു പോകും, വല്ല ബ്ലാക്ക് ഹോളിലും പോയി പെടും. എന്നാണെങ്കിൽ നല്ല സുഹൃത്തുക്കളാണ് കേട്ടോ. ചെല്ലടാ ചെന്ന് കയറിക്കൊടു. ജാതി പ്രോത്സാഹനം. ഒരാപത്തിലോട്ട് ഒരു തള്ളി വിടുമ്പോ എന്ത് സമാധാനമാണോ എന്താണ് എന്റെ സുഹൃത്തുക്കൾ കിട്ടുന്നത്. അപ്പോഴും ഞാനൊരു മൗനത്തോടെയാണ്, അല്ലെങ്കിൽ വളരെ വിഷമത്തോടെ ഞാൻ മാറി നിൽക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഒതുങ്ങി നിൽക്കുകയായിരുന്നു. ഒത്തിരി പ്രശ്നങ്ങളും ഒത്തിരി ബാധ്യതകളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സിനിമയായിരുന്നു എൻ്റെ ലൈഫിലെ ഏറ്റവും ഞാൻ പ്രതീക്ഷിച്ച, ഞാൻ സ്വപ്നം കണ്ട ഈ അശ്വന്ത് കോക്ക് എന്ന പരമനാറി തകർത്തെറിയുകയായിരുന്നു. അശ്വന്ത് കോക്ക് എന്ന പരമനാറി അണ്ണന്റെ സ്വപ്നം തകർത്തെറിഞ്ഞു എന്ന് എനിക്കതാണ് മനസ്സിലാവാത്തത്. ഒരു കോക്ക് വിചാരിച്ചാൽ ഇവിടെ ഒരു സിനിമയെ തകർക്കാൻ പറ്റുമോ? ചോദ്യചിഹ്നം. പറ്റുമോ? ഇല്ലെന്നാണ് എന്റെ ഒപ്പീനിയൻ. കോക്ക് എന്നല്ല, ഇനി ഏത്
കോണാത്തില് അവൻ വന്നു കഴിഞ്ഞാലും ഒരു സിനിമയും ഒരു റിവ്യൂ വെച്ച് തകർക്കാൻ പറ്റില്ല. മെജോറിറ്റിയുടെ ഒപ്പീനിയനാണ് ഇവിടെ ജനങ്ങൾ നോക്കുന്നത്. അത് വെച്ച് പടം വിജയിക്കും. ഇതിനു മുമ്പ് അശ്വന്ത് കോക്ക് നെഗറ്റീവ് പറഞ്ഞ പടങ്ങൾ വിജയിച്ചിട്ടില്ലേ? ഏറ്റവും വലിയ ഉദാഹരണം മമ്മൂട്ടിയുടെ ഭീഷ്മപർവ്വം, സൂപ്പർ ഹിറ്റ്. പോസിറ്റീവ് പറഞ്ഞിട്ട് പൊട്ടിപ്പോയ പടമില്ലേ? ഉദാഹരണം റൊമാൻസ്. ഇപ്പോഴും അതിന്റെ പേരിൽ ഇവനെ കളിയാക്കുന്നുണ്ട് ആളുകൾ. റൊമാൻസ് നല്ല എന്ന് പറഞ്ഞാലും അല്ലടാ നീ എന്ന് പറഞ്ഞിട്ട്. നല്ല സിനിമകൾ മെജോറിറ്റിക്ക് നല്ലതായിട്ട് തോന്നിയ ഒരു പടം അശ്വന്ത് കോക്ക് വന്ന് നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ അശ്വന്ത് കോക്ക് അപ്പത്തന്നെ ഏറിപ്പോകാറുണ്ട്. കമന്റ് ബോക്സിൽ പൂര തെറിവിളി കേൾക്കും. എത്രയോ പടങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒരാളുടെ റിവ്യൂ കാരണം ഒരു സിനിമ തകർന്നു പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നീ പറഞ്ഞ ഈ സിനിമാക്കാര് പട്ടികളില്ലേ, ഈ പട്ടികളുടെ പട്ടിത്തീട്ടം തിന്നല്ലേ ഈ 4-5 കൊല്ലമായിട്ട് നീ ജീവിക്കുന്നത്. കാരണം ഈ പട്ടിത്തീട്ടമൊക്കെ തിന്നാനാണെങ്കിൽ റോഡ് സൈഡിലൊക്കെ പോയി നോക്കിയാൽ മതി. അവിടെ ഒരുപാട് പട്ടിത്തീട്ടങ്ങളൊക്കെ കിടപ്പുണ്ടായിരിക്കും. അതെടുത്ത് വെറുതെ എടുത്തൊക്കെ തിന്നാൽ മതി. അല്ലാതെ നല്ലൊരു ബിരിയാണിയുടെ പൈസ കൊടുത്ത് തിയേറ്ററിൽ പോയി 3 മണിക്കൂർ കഷ്ടപ്പെട്ട് അവിടെ ഇരുന്ന് പട്ടിത്തീട്ടം തിന്നേണ്ട ആവശ്യകത ഇവിടെ ഒരു മനുഷ്യനും ഇല്ല. തിന്നാൻ പോകുന്നത് പട്ടിത്തീട്ടമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു മനുഷ്യൻ പോലും തിയേറ്ററിൽ പോയി പട്ടിത്തീട്ടം തിന്നുകയും ഇല്ല. അതുകൊണ്ട് തന്നെ അണ്ണൻ ഇനി അടുത്ത പടം എടുക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ പോസ്റ്ററിലോ ട്രെയിലറോ എവിടെയെങ്കിലും പട്ടിയുടെ സിമ്പലോ അല്ലെങ്കിൽ പട്ടിത്തീട്ടമോ എഴുതി വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. ആളുകൾക്ക് മനസ്സിലാവുമല്ലോ നമ്മൾ കഴിക്കാൻ പോകുന്നത് പട്ടിത്തീട്ടമാണെന്ന്. നമ്മൾ ബിരിയാണി പ്രതീക്ഷിച്ചിട്ടാണ് തിയേറ്ററിൽ ചെല്ലുന്നത്. അവിടെ ചെല്ലുന്നത് പട്ടിത്തീട്ടം തിന്നേണ്ട അവസ്ഥ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീ ഈ പട്ടിത്തീട്ടം തിന്നല്ലേ, ഇതിനെക്കാട്ടി നീ വല്ല കൂലിപ്പണിക്കും പോകും. നിന്നെ എന്തായാലും നീ അധ്യാപകനൊന്നും ആരും ആക്കത്തില്ല, അവിടെ നിന്നെ എടുക്കത്തുമില്ല. അത് ഉറപ്പാ. നിന്റെ ഈ ഭാഷയല്ല പിള്ളേർക്ക് വേണ്ടത്. നിന്റെ ഒരു ഫോൺ കോളിന് വേണ്ടി ഈ സിനിമാ നടന്മാരും മറ്റ് നിർമ്മാതാക്കളും ഒക്കെ നിന്റെ ഒരു ഫോൺ കോളിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് നീ പറഞ്ഞു. എടാ അത് പേടിച്ചിട്ടാ. സീരിയസ്ലി പുള്ളി പറയുന്നത് കേട്ടാൽ തോന്നുന്നു മലയാള സിനിമാക്കാര് മൊത്തം അശ്വന്ത് കോക്കിന്റെ റിവ്യൂവിനെ പേടിച്ച് വിറച്ചിരിക്കുകയാണെന്ന്. അങ്ങനെ ഇരിക്കുന്നവന്മാരുടെ അടുത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിനക്കൊന്നും പറ്റിയ പണിയല്ല ഇത്. നേരത്തെ അണ്ണൻ പറഞ്ഞതുപോലെ ഈ പരിപാടി നിർത്തിയിട്ട് വല്ല കൂലിപ്പണിക്ക് പോകുന്നതായിരിക്കും നല്ലത്. വെറുതെ എന്തിനാണ് പ്രൊഡ്യൂസറിന്റെ പോക്കറ്റിലെ ക്യാഷ് ബ്ലൂഞ്ചിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്? കൂലിപ്പണിക്ക് പോകും. അണ്ണൻ പറഞ്ഞ പോലെ അതാണ് ദ ബെസ്റ്റ് ജോബ്. അശ്വന്ത് കോക്കിനെ പേടിക്കുന്ന മലയാള സിനിമയോ? ആരുടെ ഈ കോക്ക്? അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് അതിനേക്കാളും വലിയൊരു ഗതികേടിന് വരാനില്ല. നാണമില്ല നിനക്ക് ഇങ്ങനെ വന്നിരുന്ന് പണയാൻ? നിന്നെ പേടിച്ചിട്ടാണ്. അതിരടി അതിന്റെ നിർമ്മാതാക്കൾ നിന്റെ സുഹൃത്തുക്കളാണ്. ഞാൻ പൈസ വാങ്ങിച്ചിട്ടില്ല, അത് ഓക്കെ. പക്ഷെ നീ നല്ല റിവ്യൂ പറയണമെങ്കിൽ അതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് നിന്റെ സുഹൃത്തുക്കളാവണം എന്നതാണ്. അതിനുള്ള മറുപടി പുള്ളിയുടെ അശ്വന്ത് കോക്കിന്റെ ലാസ്റ്റ് വീഡിയോയിൽ തന്നെ ഉണ്ട്. ദ വൺ ആൻഡ് ഓൺലി ധ്യാൻ ശ്രീനിവാസൻ, എന്റെ ധ്യാൻ കുട്ടൻ എത്ര അപരാധിച്ചതാടാ എന്നും പറഞ്ഞിട്ട് അശ്വന്ത് കോക്ക് പറഞ്ഞത് ഓർമ്മയില്ല? ധ്യാനെ പരിചയമുണ്ടെന്ന് പറഞ്ഞിട്ട് ധ്യാന്റെ പടങ്ങൾക്ക് അശ്വന്ത് കോക്ക് ഒരു മര്യാദയെങ്കിലും കൊടുത്തോ? വലിച്ചു കയറി വിട്ടിട്ടല്ലേ ഉള്ളൂ. പിന്നെ നീ മുന്നേരിക്ക് ഓമർ ലുലുവിന്റെ പടം നീ റിവ്യൂ പറയില്ല എന്ന് പറഞ്ഞു. നീ അതിന്റെ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്, അങ്ങനെ എന്തോ കണക്ഷൻ വെച്ചിട്ട്. ഒരു പടത്തിന്റെ റിവ്യൂ അയാൾ പറയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൈസ മേടിച്ചിട്ട് എന്ന് നമുക്ക് അതിന് അർത്ഥം വെക്കാൻ പറ്റില്ല. പുള്ളി പറഞ്ഞത് ശരിയാണ്, അതിനോട് ഞാൻ യോജിക്കുന്നു. ബാഡ് ബോയ്സ് ഓമർ ലുലുവിന്റെ പടം ഇറങ്ങിയ സമയത്ത് അശ്വന്ത് കോക്ക് റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. മേ ബി പുള്ളി കണ്ടിട്ട് തോന്നിയിട്ടുണ്ടാവും ഈ പടം പൊട്ടയാണ്. അപ്പൊ ഓമർ ലുലു വിളിച്ചാൽ അനുപിടിച്ചാടാ റിവ്യൂ പറഞ്ഞേക്കല്ലേ, പരിചയം വെച്ചിട്ട് പുള്ളി റിവ്യൂ പറയാതിരുന്നിട്ടുണ്ടാവും. അപ്പോ നീ അഭിനയിച്ച പടങ്ങൾ അല്ലെങ്കിൽ നിനക്ക് പരിചയമുള്ള ആൾക്കാരെ നിന്റെ ഫ്രണ്ട്സിന്റെ പടത്തിൽ നീ പറയത്തില്ല. അപ്പോ അശ്വന്ത് കോക്കിന്റെ റിവ്യൂ പറയാതിരിക്കാനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് അതാണോടാ പരമനാറി? നിന്റെ ഫ്രണ്ട് സർക്കിൾ വെച്ചിട്ടാണോ നിന്റെ റിവ്യൂ തീരുമാനിക്കുന്നത്? എന്റെ പൊന്നു സുജിത്തണ്ണ, ഒന്നേ പറയാനുള്ളൂ, സാമാന്യത്തിന് ഉറപ്പുണ്ടെങ്കിൽ, താൻ ചെയ്യുന്ന വർക്കില് വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു കോക്കിന്റെയും കൊട്ട താങ്ങി പിടിക്കാൻ പോകേണ്ട ആവശ്യകതയില്ല. ഇതുപോലെ വന്നിരുന്നിട്ട് ഡയലോഗ് അടിക്കേണ്ട ആവശ്യം വരില്ല. നമ്മൾ ചെയ്യുന്ന വർക്കൊക്കെ നമുക്ക് കിട്ടില്ലായിട്ട് തോന്നും, അത് നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ്. പക്ഷെ അത് മെജോറിറ്റി ജനങ്ങൾക്ക് വർക്ക് ആവണമെന്നില്ല. ഒരു സിനിമ എടുത്ത് നിങ്ങൾ തിയേറ്ററിലോട്ട് വിട്ടു കഴിഞ്ഞാൽ അത് പിന്നെ നിങ്ങളുടേതല്ല, ജനങ്ങളുടേതാണ്. അത് ജനങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ, മെജോറിറ്റിയുടെ ഒപ്പീനിയൻ ആ സിനിമ എഗനിസ്റ്റ് ആണെങ്കിൽ, റിയാലിറ്റി മനസ്സിലാക്കുക, അക്സെപ്റ്റ് ചെയ്യുക, പരാജയം അക്സെപ്റ്റ് ചെയ്യുക, അതാണ് ക്വാളിറ്റി. ഇതിനേക്കാൾ കൂടുതൽ പൈസ മുടക്കി ഇറക്കിയ പടമാണ് കാട്ടാളൻ. അത് എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് എല്ലാവരും നല്ല രീതിയിൽ മോശം അഭിപ്രായമാണ് പറഞ്ഞത്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല പടം. സീരിയസ്ലി എനിക്ക് തിയേറ്ററിൽ ഇറങ്ങി ഓടിയാൽ മതി എന്നായിരുന്നു. അത്രയും അരോചകമായിരുന്നു അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്ന് കുറച്ചിരുന്നെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒന്ന് കണ്ടിരിക്കാൻ പറ്റുമായിരുന്നു. എനിക്ക് അരമണിക്കൂർ ആയപ്പോഴും ആ പടം എനിക്ക് തല പെരുത്ത്. ഒന്നും എനിക്ക് സൈനസൈറ്റിസിന്റെ ഇഷ്യൂ ഉള്ളതാണ്, തലവിനുള്ള ഇഷ്യൂ ഉള്ളതാണ്. ഇത് അയ്യോ ടോർച്ചർ ആയിരുന്നു സീരിയസ്ലി. ഈവൻ ഈ ഫൈനൽ ഫൈറ്റ് പോലും ഇത്രയും ഒരു വൃത്തികെട്ട ബാക്ക്ഗ്രൗണ്ട് സ്കോർ
സ്കോർ ആദ്യമൊക്കെ നല്ലതായിട്ട് തോന്നി, പിന്നെ ഇത് ഓവർ ഡൂയിങ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടും. നല്ലതാണെങ്കിൽ പോലും നമുക്കത് ഇഷ്ടപ്പെടാൻ തോന്നത്തില്ല. ഇപ്പൊ നമ്മൾ ഒരു ബിരിയാണി കഴിക്കുകയാണ്, ഒരു പ്ലേറ്റ് കഴിച്ചു, നല്ലത്, പിന്നെയും ഒരു പ്ലേറ്റ് കഴിച്ചു, നല്ലത്, നല്ല ബിരിയാണി നമ്മൾ വാരിക്കോരി കഴിക്കും, പിന്നെ ഒരു 3-4 പ്ലേറ്റ് ഇങ്ങനെ കഴിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്കത് ശ്വാസം മുട്ടൂലേ? അതുപോലെയായിരുന്നു അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അപ്പൊ ആ പടത്തെ പറ്റി ഒരുവിധപ്പെട്ട എല്ലാവരും മോശം അഭിപ്രായമാണ് പറഞ്ഞത്. പക്ഷെ അതിന് ഡയറക്ടർ പുള്ളി എടുത്ത് ഇതിനെപ്പറ്റി ചോദിച്ച സമയത്ത് പുള്ളി പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേൾക്കണം. അല്ല, അത് ഇപ്പോൾ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ മോശം അഭിപ്രായം ഉണ്ടാവും, നല്ല അഭിപ്രായം ഉണ്ടാവും. അപ്പോൾ അത് ജെന്യുവൻ അഭിപ്രായങ്ങളാണെങ്കിൽ നമ്മളതിനെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അതിനെ ഓവർകം ചെയ്ത് അത് പരിഹരിച്ച് അടുത്ത ഇതുമായിട്ട് സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകുന്നുള്ളത്. അപ്പോൾ മനഃപൂർവ്വമായിട്ട് അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ഇപ്പോൾ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തിട്ടോ അങ്ങനെ വരുന്ന റിവ്യൂസ് നമ്മൾ ഒഴിവാക്കുക. അല്ലാതെ ജനറലൈസ് ചെയ്ത് വരുന്ന റിവ്യൂസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അത് അക്സെപ്റ്റ് ചെയ്യുന്നു. മോശം അഭിപ്രായം മെജോറിറ്റി പറയുന്നുണ്ടെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഒരു പരാജയം മനസ്സിലാക്കി നെക്സ്റ്റ് വർക്കിൽ അത് റെക്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു സംവിധായകന് വേണ്ടതും അത് തന്നെയാണ്. അല്ലാതെ ഇങ്ങനെ വന്നിടത്ത് മെഴുകുകയല്ല വേണ്ടത്. പിന്നെ നിന്റെ നല്ല അഭിപ്രായം നേടാന് ഈ പടം ഒരു സ്ക്രിപ്റ്റായി ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് ആകുമ്പോഴത്തേക്ക് നിന്നെ കൊണ്ട് അപ്രൂവൽ എടുക്കണം. വ്ളോഗർ പട്ടി, നിന്നെ കൊണ്ട് അപ്രൂവൽ എടുക്കണോടാ? അല്ല സുജിത്തെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ പടം ചെയ്യുന്നത്, അതോ അശ്വന്ത് ഗോക്കിന്റെ നല്ല റിവ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണോ പടം ചെയ്യുന്നത്? എനിക്ക് മനസ്സിലാവാത്തോട് ചോദിക്കുക. ഇത് നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, അശ്വന്ത് ഗോക്കിന്റെ നല്ല റിവ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് പടം ചെയ്യുന്ന പോലെയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ പുള്ളിയെ കൊണ്ട് സ്ക്രിപ്റ്റ് വായിച്ച് ഇവിടെ ഓക്കെ ആണോ, നിന്റെ റിവ്യൂന് ഓക്കെ ആണോ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏതാണ് കൺവീനിയന്റ് എങ്കിൽ. എടാ പരമനാറി, നിന്റെ തുടക്ക സമയത്ത് 5000 രൂപ കൊടുത്ത നീ റിവ്യൂ പറയില്ല, സിനിമയെ കുറിച്ച് റിവ്യൂ പറയില്ല, എനിക്ക് 5000 രൂപ മതി എന്ന് പറഞ്ഞിട്ടില്ലേ? അതിനുണ്ട്. സ്വന്തം സിനിമയിൽ വിശ്വാസം ഇല്ലാത്തവർ ഇതുപോലെ പൈസ ഇറക്കും ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. റിലീസിന് ഒരു 15 ദിവസം മുന്നേ, നമ്മുടെ സിനിമ റിലീസ് ചെയ്യണതിന് 15 ദിവസം മുന്നേ 15-20 ദിവസം മുന്നേ സ്വാഭാവികമായിട്ടും കേരളത്തിലെ കുറേ പ്രൊമോഷൻ ടീമുകൾ വിളിക്കും. അതിലൊരു ടീം എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, സർ ഞങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും, ഇങ്ങനെ ഇത് ചെയ്യും, ഇങ്ങനെ പ്രൊമോഷൻ പരിപാടി ചെയ്യും. പിന്നെ ഞങ്ങൾക്ക് വേറൊരു പാക്കേജ് ഉണ്ട്. അശ്വന്ത് കോക്ക് എന്ന വ്ളോഗർ അയാൾ റിവ്യൂ പറയത്തില്ല. അയാൾ റിവ്യൂ പറയാതിരിക്കണമെങ്കിൽ 1 ലക്ഷം രൂപ കൊടുക്കണം. 5 ലക്ഷം രൂപയ്ക്ക് മേളിൽ കൊടുത്താൽ അയാൾ അത്യാവശ്യം മോശമല്ലാത്ത മോശ സിനിമയാണെങ്കിൽ പോലും നല്ല റിവ്യൂ പറയാം. പിന്നെ 1 ലക്ഷം രൂപ കൊടുത്താൽ റിവ്യൂ പറയില്ല. സാറേ എന്തെങ്കിലും സാധ്യത ഉണ്ട്? അപ്പൊ ഞാൻ അവരുടെ അടുത്ത് ചോദിക്കുകയാണ്, മോനെ എങ്ങനെയാണ് ഇതിന്റെ പൈസ ഞങ്ങളെ തന്നാൽ ഞങ്ങൾക്കൊരു ചെറിയ അപ്പൊ ചോദിച്ച് അവനെ എങ്ങനെയാണ് എന്റെ വകുപ്പെന്ന്. കമ്മീഷൻ ഉണ്ട്, ഒരു 10,000 രൂപ കിട്ടും, ബാക്കി ഒരു 95,000 രൂപ 95,000 അവർക്ക് പുള്ളിക്ക് കൊടുക്കണം. അത് ഡയറക്റ്റ് ആണ്, വേറെ ബാങ്ക് ട്രാൻസാക്ഷൻ ഒന്നുമില്ല. ഇത് എന്നോട് പറഞ്ഞതാണ്. നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം പുറത്തു പറയണം. അതിന്റെ വോയിസ് റെക്കോർഡ് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് വിടണം. ഇങ്ങനൊരു മാഫിയ സിനിമയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരേണ്ട ആവശ്യകത നിങ്ങൾക്കാണുള്ളത്. കാരണം അത് നിങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നതാണ്. അതിനെപ്പറ്റി എന്താ പറയാത്തത്? ഇങ്ങനെ പൈസ മേടിച്ച് പറയുന്നവന്മാരുണ്ടെങ്കിൽ, പൈസ മേടിച്ച് ഇതിനെപ്പറ്റി ഇങ്ങനെ സംസാരിക്കുന്നവന്മാരുണ്ടെങ്കിൽ അവന്മാരെ പുറത്തു വിടണം. നിങ്ങളെ വിളിച്ചവന്മാരെ പുറത്തു പറയാനുള്ള ഉറപ്പണ്ണനില്ലേ? ഉറപ്പില്ലേ? നിങ്ങൾ കാണിക്ക്. ഫോണിനകത്ത് അല്ലെങ്കിൽ ഡയൽ ചെയ്യുന്ന നമ്പർ കാണുമല്ലോ, അവന്മാരെ വിളിച്ചിട്ട് കാണിക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇങ്ങനെ ചോദിച്ച് മോനെ എങ്ങനെയാടാ എന്റെ വകുപ്പെന്ന്. അപ്പൊ സ്വന്തം സിനിമയിൽ ഇങ്ങനെ വിശ്വാസമില്ല, അതുകൊണ്ടാണല്ലോ ചോദിക്കുന്നത് ഇടാ എങ്ങനെ എന്റെ വകുപ്പെന്ന്. ആടാ ഉണ്ടോ നിങ്ങൾക്ക്? അണ്ണ ഒരു പടം എടുക്കാൻ വരുമ്പോൾ ആദ്യം വേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഉറപ്പാണ്. അതില്ലെങ്കിൽ ഈ പണിക്ക് നടക്കരുത്. അതാണ് നല്ലത്. നീ വർഷങ്ങൾക്ക് മുന്നേ 5000 രൂപയ്ക്ക് നല്ല റിവ്യൂ കൊടുക്കണമെങ്കിൽ 5000 റിവ്യൂ പറയാതെ ഇരിക്കണമെങ്കിൽ, ഇതേപോലെ തന്നെ 5-6 വർഷങ്ങൾക്ക് മുമ്പ് നീ റിവ്യൂ പറയാതെ ഇരിക്കണമെങ്കിൽ 5000 രൂപ തന്നാൽ മതി, ഞാൻ റിവ്യൂ പറയാതെ ഇരിക്കാം, മോശം സിനിമയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഉപദ്രവിക്കില്ല, എനിക്ക് 5000 രൂപ മതി എന്ന് പറഞ്ഞു. ഇത് കുറച്ച് നീ കുപ്രസിദ്ധി ഉണ്ടാക്കി നെഗറ്റീവ് പറഞ്ഞ് പ്രൊഡ്യൂസറുടെ കണ്ണുനീര് നീ ആയുധമാക്കി നീ കുപ്രസിദ്ധിയിലൂടെ ലക്ഷങ്ങൾ ഉണ്ടാക്കിയപ്പോൾ നീ അത് 1 ലക്ഷം രൂപ സത്യമല്ലേ? പിന്നെ നീ എന്തിനാണ് അത് പറയുന്നത്? എനിക്ക് 1 ലക്ഷം രൂപ കുറഞ്ഞു പോയെന്ന്. എടാ കോപ്പേ, എടാ പരമനാറി, എടാ വ്ളോഗർ പട്ടി, നിനക്ക് 1 ലക്ഷം രൂപ തന്നെ കൂടുതലാണ്. നിനക്ക് 1 ലക്ഷം രൂപ എന്ന് പറയുന്നത് നിനക്ക് കൂടുതലാണ് കേട്ടാ അശ്വന്ത് കോക്കെ, കേട്ടാ 1 ലക്ഷം രൂപ നിനക്ക് കൂടുതലാണ്. നിങ്ങൾ ഇപ്പൊ ഈ പറയുന്ന ഈ എടുത്തു വെച്ചേക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, ഇത് തന്നെ ഭയങ്കര നാടകീയത. ഒരാളെ മനസ്സ് തുറന്ന് തെറി വിളിക്കുമ്പോൾ പോലും ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി. ഡയലോഗ് ഡെലിവറി ആണെങ്കിൽ അതിനേക്കാളും മോശം.
ആ തെറിയും നമുക്ക് ഫീൽ ചെയ്യും, നമുക്ക് കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇടപ്പാട്ടി ഇടന്നാറി എന്ന് വിളിക്കുന്നെങ്കിൽ ഭയങ്കര ആർട്ടിഫിഷ്യല്. അണ്ണൻ തന്നെ തയ്യാറാക്കിയ സ്ക്രിപ്റ്റ് ആണോ ഇത്? ഈ നിങ്ങൾ മറ്റേ പടത്തിന്റെ റൈറ്റർ ആൻഡ് സംവിധായകനല്ലേ? മനസ്സിലാവുന്നുണ്ട്, കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഒരാളെ നാച്ചുറൽ ആയിട്ട് തെറി വിളിക്കാൻ പോലും അറിയാത്ത സംവിധായകൻ. സോ സാഡ്. ആ പടത്തിൽ അങ്ങനെ സംഭവിച്ചില്ലെങ്കിലുള്ള അതിശയം. 6 വർഷമായിട്ട് നീ ജോലിക്ക് പോകാറില്ല, നീ റിവ്യൂവറാണ്, നല്ല പൈസ ഉണ്ടാക്കണം, സന്തോഷം. പക്ഷെ ഈ പ്രൊഡ്യൂസർ നീ പറഞ്ഞ സിനിമ പട്ടികളുടെ പട്ടിത്തീട്ടം കൊണ്ടല്ലേ നീ പൈസ ഉണ്ടാക്കണത്, അതുകൊണ്ടല്ലേ നീ അരി വാങ്ങണത്, നീ നന്നായിട്ട് വെള്ളം ഒഴിക്കണത്, ഇതെല്ലാം നീ എവരുടെ പൈസ വാങ്ങിച്ചിട്ടല്ലേ, ഇവരെ വേദന കൊണ്ടല്ലേ, അവരുടെ കണ്ണുനീര് കൊണ്ടല്ലേ. എന്നിട്ട് നിനക്ക് എന്ത് ന്യായമാണോടാ നിനക്ക് പറയാനുള്ളത്? നിനക്ക് എന്ത് ന്യായമാണ് പറയാനുള്ളത്? പിന്നെ നീ ഷൈൻ ടോം ചാക്കോയുടെ സംസാരം കേൾക്കുന്നില്ല, വ്യക്തമായിട്ട് കേൾക്കുന്നില്ല. അവൻ കോക്കോ കോക്കോ എന്ന് പറയുന്നു. ഞാൻ ഈ വീഡിയോയിൽ ഷൈൻ ടോം ചാക്കോ നമ്മുടെ സീനിൽ അഭിനയിച്ച ഒരു ഡയലോഗ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ കേട്ടിട്ട് പറ, ഈ പട്ടി, ഈ വ്ളോഗർ പട്ടി നായ എവൻ പറഞ്ഞതിൽ എന്താണ് ശരിയുണ്ടെന്നുള്ളത് ഞാനൊരു ഓഡിയോ കണ്ടിട്ട് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അതിന്റെ ഒരു സീക്വൻസ് ഞാൻ ഇതിൽ പ്ലേ ചെയ്യുന്നുണ്ട്, നിങ്ങൾ കണ്ടു നോക്ക്. ആള് കൊള്ളാലോടെ, നിക്കാനുള്ള ത്രാണികളും പയലില്ലല്ലോടെ, എന്നിട്ട് കിടക്കാൻ വേണ്ടി വെച്ച് പെടുക്കാൻ പോലും ആവതില്ലാത്തവനാണ്. പിന്നെ ഇങ്ങനെ ഊക്ക് മേടിച്ച് കൂട്ടാൻ വേണ്ടി വന്നതാണെന്ന് തോന്നുന്നു. കിടുക്കാൻ മണി വെച്ച് പിടിക്കാൻ പോലെയുള്ള ആവതില്ല. ഇത് കേട്ടിട്ട് സത്യം പറഞ്ഞത് മാസാണോ അതോ കോമഡി ഡയലോഗ് വല്ലതാണോ? നിങ്ങൾ ആ സീൻ കണ്ടായിരുന്നാ? അതൊരു തിയേറ്റർ സെറ്റപ്പും കണ്ടാണ്, അത് ഗുണ്ടാത്താവളമാണ്. തിയേറ്ററിൽ ബൾബൊക്കെ കെട്ടിത്തൂക്കി, നമ്മുടെ ഈ ഒരു ലെവലിൽ ബൾബ് കെട്ടിത്തൂക്കിയിട്ട് അതിനോടൊപ്പം ബിയറിന്റെ കുപ്പി, ഗുണ്ടാ സെറ്റപ്പ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണോ? എന്താണെങ്കിലും കൊള്ളാം. അവിടെ പടം പുറത്തൊക്കെ യൂട്യൂബിൽ കൂടെ പുറത്തു വിടും, ആളുകൾ എങ്ങനെയെങ്കിലും കാണത്തെ. തിയേറ്ററിൽ ഇറങ്ങി കഴിഞ്ഞാൽ കാണും സംശയം കേട്ടോ. എടാ, ഞാൻ ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നു, അവൻ ഒരു 10 വർഷത്തിനുള്ളിൽ അവൻ മലയാള സിനിമയുടെ സ്റ്റാർ ആവും. ഇപ്പോഴത്തെ അവൻ അവന്റെ 3ാമത്തെ സിനിമയായിട്ടുള്ളൂ. മാധവ് സുരേഷ് സ്റ്റാർ ആവുമോ അതോ പടക്കമാവോ എന്നുള്ള കാര്യം നമുക്ക് പിന്നീട് തീരുമാനിക്കാം. അതോടെ ഇരിക്കട്ടെ. 10 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഡയറക്ടർ സുജിത്തിന്റെ അവസ്ഥ എന്താകും എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയാൻ പറ്റുമോ? അതിനെപ്പറ്റി വലിയ ധാരണ ഉണ്ടോ അണ്ണന്? ഇത്രയും വൈകാരികമായി ഒരു പടം പൊട്ടിയപ്പം പ്രതികരിക്കുന്ന അണ്ണൻ, എനിക്ക് അതിനുള്ള ഒരു ക്വാളിറ്റി ഉണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പടം പൊട്ടിയപ്പം തന്നെ അണ്ണൻ വീണ്, നെഞ്ചും തല്ലി വീട്. ആ വീഴ്ചയിൽ നിങ്ങൾ ഇനി എണീക്കുമെന്ന് പോലും നമുക്ക് സംശയമാണ്. നീ ജസ്റ്റ് ഒരു സിനിമ, നിന്റെ ഈ പ്രൊഡ്യൂസർമാരും നായകന്മാരും ഒക്കെ ഉണ്ടല്ല, നിന്നെ താങ്ങി നടക്കണവന്മാര്, അവരടുത്ത് പറഞ്ഞിട്ട് നീ ഒരു കാര്യം ചെയ്യ്, ഒരു ചെറിയൊരു വേഷം വാങ്ങിച്ച് നീ അഭിനയിച്ചിട്ട് നീ മാധവ് സുരേഷിന്റെ അതിന്റെ ഒരു പടി, ഒരു ജസ്റ്റ് എങ്കിലും മേളില് നീ അഭിനയിച്ച് കാണിക്കടാ വ്ളോഗർ പട്ടി. ഈ പട്ടി വിളി സത്യമായിട്ട് മുട്ട കോമഡിയാണ്. ആ പട്ടി വിളി തന്നെ അണ്ണൻ എഴുതി വെച്ച് വായിക്കുന്ന പോലാണ് നമുക്ക് തോന്നുന്നത്. കണ്ണിലെ തീക്ഷണത അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണോ കറുത്ത കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്നത്? അതോ കരയുന്നത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടു? ആ ഗ്ലാസ് ഇവിടെ മാറ്റിയിട്ട് 2 പറഞ്ഞിരുന്നേ കൊള്ളായിരുന്നു. നമ്മളത് കാണാൻ ആഗ്രഹിക്കുന്നു. പോരാ എന്താണെങ്കിലും അണ്ണൻ പോരാ. ഇത് മുട്ടൻ ട്രോളായി മാറാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ ഈ പട്ടി വിളിയൊക്കെ. കോക്ക് മറ്റേ വീഡിയോക്കകത്ത് എടാ പട്ടികളെ എന്ന് വിളിച്ചത് ഭയങ്കര ആൾക്കാർ ഏറ്റെടുത്തിരുന്നു. ആ ലെവലിൽ പിടിക്കാൻ നോക്കിയതാ, എന്നിട്ടും എത്തുന്നില്ല. ഒരാള്, ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ, അവനൊരു സിനിമ ചെയ്യാനും അവന് പ്രൂവ് ചെയ്യാനും വരെ അവൻ എടുക്കുന്ന എഫർട്ട് എന്ന് പറയുന്നത് അവന്റെ ലൈഫ് വെച്ചിട്ടാണ്. ഞാൻ എൻ്റെ ലൈഫ് കളഞ്ഞാണ് ഞാൻ ഈ സിനിമ എന്ന് പറയുന്ന എൻ്റെ സ്വപ്നത്തിന് വേണ്ടി ഞാൻ കഷ്ടപ്പെടുന്നത്, ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നത്. ഈ അശ്വന്ത് കോക്ക് എന്ന പരമനാറിയുടെ ഒറ്റ റിവ്യൂ കൊണ്ട് എന്റെ ജീവിതവും താറുമാറായത്. സീരിയസ്ലി നാടമുണ്ടോ അണ്ണാ നിങ്ങൾക്ക്? ഒരുത്തന്റെ ഒരു റിവ്യൂ കൊണ്ട് തന്റെ ജീവിതം താറുമാറായതുപോലും. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോന്നും അശ്വന്ത് കോക്കാണ് മലയാള സിനിമ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അശ്വന്ത് കോക്ക് ഒരു റിവ്യൂ പറഞ്ഞ് ഇവിടെ മലയാള പടം പൊട്ടും. എന്താണിത്? ഈ കോക്ക് മാത്രമാണോ നിങ്ങളുടെ സിനിമയിൽ മോശം റിവ്യൂ പറഞ്ഞത്? ആ പടം കണ്ട് അതിന്റെ അഭിപ്രായം പറഞ്ഞ് എല്ലാ ആളുകളും മോശമാണ് പറഞ്ഞത്. ഇങ്ങനെ വന്നിരുന്ന് പോകാൻ നാണമില്ലേ? ഉളുപ്പ് ലേശം അതെങ്കിലും ഉണ്ടോ? മിണ്ടാതൊക്കെ വീട്ടിൽ ഇരുന്നാ പോരായിരുന്നു. കുറെ കൂട്ടുകാർ തള്ളിപ്പറഞ്ഞ് വിട്ടതാ. എന്തിനാ ഈ മെഴുകൽ? നീ പ്രതികരിക്കടാ. ഇത് പ്രതികരണമല്ല, ഇത് മെഴുകലാണ്, മെഴുകല്. അയ്യോ, നല്ല പങ്കിയുണ്ട് കേട്ടോ, നല്ല പങ്കിയുണ്ട്. കണ്ണാടിയും വെച്ചോണ്ട് വന്നിരുന്നു പോകുന്നതാണ്. ഇപ്പോ പിടിച്ചു നിൽക്കാൻ പോലും പറ്റാത്തത്ര ബാധ്യതകളും പ്രശ്നങ്ങളും. 50,000 1 ലക്ഷം രൂപയ്ക്ക് വേണ്ടി, അതിന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി നീ വ്ളോഗ് ചെയ്യുന്നു. അതിൽ നീ ഹരം കണ്ടെത്തി
നീ മൊത്തം നെഗറ്റീവ് അവരുടെ പ്രൊഡ്യൂസേഴ്സിനെയും നായകനെയും നായികയെയും മൊത്തം നീ തോലപ്പിച്ച് അതിനെ ഷെഡിലോട്ട് കയറ്റുമ്പോൾ നീ മനസ്സിലാക്കണം, ഈ പൈസ മുടക്കുന്നവർക്കുണ്ട് കുടുംബം. മോശം സിനിമകളെ മോശം സിനിമയായിട്ട് തന്നെ പറഞ്ഞു, പക്ഷെ ആ പറയുന്നതിനും ചില കാര്യങ്ങളുണ്ട്, ആ പറയുന്നതിനൊരു മാന്യതയുണ്ട്. ഈ വെള്ളിയാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച ഒരു സിനിമ ഇറങ്ങിയാൽ വ്യാഴം, വെള്ളി, ശനി, ഞായർ ഈ 4 ദിവസമാണ് നിർമ്മാതാവിന് അത്യാവശ്യം ചിലപ്പോൾ ഇനി അഭിപ്രായം ഇല്ലാത്ത പടത്തിന് വരെ അത്യാവശ്യം ആള് വരുന്നത്. അവസാനം പറഞ്ഞത് അഭിപ്രായം ഇല്ലാത്ത പടത്തിന് വരെ അത്യാവശ്യം ആള് വരുന്നത്. അപ്പൊ ജനങ്ങൾ ഊഫിക്കോട്ടെന്ന്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ച് കുളിച്ച് വൃത്തിയായിട്ട് വീടിന്റെ ഫ്രണ്ടിൽ ഒരു മരം നിപ്പുണ്ട്, അതിനകത്ത് കൊണ്ട് കുലുക്കിയിട്ട് അതിനകത്ത് പൈസ എടുത്തോണ്ട് വന്നല്ല തിയേറ്ററിൽ തരുന്നത്, കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ്. അതുകൊണ്ട് അത് എപ്പോ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, അത് ആരുടെയെങ്കിലും അഭിപ്രായം കേട്ട് കൊടുക്കണോ കൊടുക്കണ്ടയോ എന്ന് തീരുമാനിക്കുന്ന അവരാണ്. കണ്ണും പൂട്ടി എന്ത് അപരാധം പടച്ചു വിട്ടാലും അതിനകത്ത് പോയി തലവെക്കുന്ന കാലമൊക്കെ മാറി. ഒരു നല്ല മെജോറിറ്റി ഓഡിയൻസ് പടത്തിന്റെ ഒപ്പീനിയൻ, ഓവറോൾ ഒപ്പീനിയൻ നോക്കിയിട്ട് പടത്തിന് പോകുന്ന ആളുകളുണ്ട്. കാരണം അവന്റെ സമയവും പണവും അവര് മുഖ്യമാണ്. എന്ത് മാങ്ങാത്തൊലിയും പടച്ചു വിട്ട് കഴിഞ്ഞാൽ പോയിരുന്ന് കാണാൻ വേണ്ടിയിട്ട് താങ്കൾ നമ്മുടെ കുടുംബക്കാരനോ സുഹൃത്തുക്കളോ ഒന്നും അല്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ തന്നെ പണിയൊന്നും ഇല്ലാതിരിക്കുന്ന ആളുകൾക്ക് ഫ്രീ ടിക്കറ്റ് കൊടുത്ത് വണ്ടിക്ക് ആളെ ഇറക്കി തിയേറ്ററിൽ കൊണ്ടുവന്ന് പടം കാണിക്കണം. അതിന് പോലും ഇതൊക്കെ കാണാൻ ആളുകൾ വരുമെന്നുള്ള കാര്യം സംശയമാണ്. അങ്ങനെ കൊടുത്താൽ പോലും ഒരു കോക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു പടം പൊട്ടില്ല. പടം വിജയിക്കുന്നതും പൊട്ടുന്നതും മെജോറിറ്റി ഓഡിയൻസിന്റെ ഒപ്പീനിയൻ വെച്ചാണ്. തിയേറ്റർ റെസ്പോൺസ്, റിവ്യൂവേഴ്സിന്റെ റിവ്യൂ, അത് ഒരാടെ അല്ല ഒരുപാട് ആളുകളുടെ. അതിന്റെ അടിയിൽ വരുന്ന കമന്റ് സെക്ഷനിൽ വരുന്ന കമന്റ്സ്, ഇതെല്ലാം ആളുകൾ നോക്കും. എത്ര ചെറിയ പടമാണെങ്കിലും ആളുകൾ നല്ല പറഞ്ഞു കഴിഞ്ഞാൽ മൗത്ത് പബ്ലിസിറ്റി കാരണം അത് വിജയിക്കും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പം ഒബ്സഷൻ എന്ന് പറഞ്ഞ 7 കോടി രൂപ മുടക്കിയെടുത്ത പടം 1450 കോടി വരെ ഇവിടെ കളക്ഷൻ നേടിയിട്ടുണ്ട്. അത് ലോകമെമ്പാടും 7 കോടി രൂപ. ഒരു മലയാള പടത്തിന്റെ ബഡ്ജറ്റ് പോലും ഇല്ല. അത് നല്ല പടമായതുകൊണ്ടാണ്. അതിന് ഈ പറയുന്ന വലിയ പ്രൊമോഷനോ ഒന്നുമില്ല. ആളുകളുടെ റിവ്യൂ, ആളുകൾ കണ്ടവരുടെ അഭിപ്രായം, അത് വെച്ചിട്ടാണ് ആ പടം ഇത്രയും കയറിയത്. അപ്പൊ ജനങ്ങൾ ഉണ്ടാക്കുന്ന പണം നിങ്ങളെ പടം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് തിയേറ്ററിൽ കൊണ്ടുപോയി തള്ളിച്ചടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന പരിപാടിയല്ല. ഇത് നിങ്ങൾ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ പണം എടുക്കുന്നത്, അല്ലാതെ ചാരിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ. പടം ഇറങ്ങി ആദ്യത്തെ 3-4 ദിവസമാണ് അഭിപ്രായം ഇല്ലെങ്കിലും പടം കാണാൻ വേണ്ടി ആളുകൾ കയറി വരുന്നതെന്ന് പോലും. അങ്ങനെ വരുന്ന കാലം കഴിഞ്ഞടേ. ഇനി അങ്ങനെ വരൂല. പൊട്ടപ്പടം എടുത്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് തല വെക്കണം ആളുകൾ. ആളുടെ പൈസയ്ക്ക് വിലയില്ലേ? ഈ പ്രൊഡ്യൂസറിന്റെ കണ്ണീരിന് മാത്രമുള്ള വില. അപരാധം പടച്ചു വെച്ചിട്ട് ഇങ്ങനെ നടത്തുന്ന തോലിക്കാൻ നാണമില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടൊക്കെ അണ്ണൻ ഒരു കാര്യം മനസ്സിലാക്കുക, നല്ല പടമായിട്ട് വന്നു കഴിഞ്ഞ് ഇവിടെ ആളുകൾ വിജയിക്കും. അതിന് ഏത് കോക്കോ ഏത് കോണാത്തിലോ റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാലും അവനെ എടുത്ത് വിളയെ കളയും, പച്ചത്തെറി വിളിച്ച് ഓടിക്കും. ഏത് കോക്ക് വന്നാലും നിങ്ങൾ നല്ല പടമായിട്ട് വാ, വിജയിച്ച് കാണിച്ചു തരാം ജനങ്ങൾ. മലയാളി ഓഡിയൻസ് അങ്ങനെയുള്ള ആൾക്കാരാ. ഇവിടെ സ്റ്റാർ വാല്യൂ വെച്ചിട്ട് വിജയിക്കുന്ന ആൾക്കാരൊന്നും അല്ല. ബാക്കിയുള്ള ഇൻഡസ്ട്രീസ് കൂട്ടല്ല. ചെറിയ പടമാണെങ്കിൽ പോലും നല്ല പടമാണെങ്കിൽ വിജയിക്കുന്ന ഇൻഡസ്ട്രിയാണ് മലയാളം. ഒരു കോക്കിന്റെ കൊട്ട താങ്ങേണ്ട ആവശ്യം വരില്ല. ഇങ്ങനെ ഇരുന്ന് മെഴുകേണ്ട ആവശ്യം വരില്ല. ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു, നീ എന്തെങ്കിലും വലിച്ചു കയറ്റി ഒരു റൂമിനുള്ളിൽ ഒരു ഫോണും വെച്ച് 2 ലൈറ്റും വെച്ചിട്ട് നീ നിന്റെ വീഡിയോ നീ തയ്യാറാക്കുക. അതെന്ത് നെഗറ്റീവിന് മാത്രമേ ഇവിടെ ആളുള്ളൂ നിന്നെ ശ്രദ്ധിക്കാൻ. അങ്ങനെയാണ് നീ ശ്രദ്ധിക്കപ്പെട്ടത്. പക്ഷെ പട്ടി, എടാ നായെ, ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു. നീ ഒരു സിനിമ ഒന്നുകിൽ അഭിനയിക്കണം, ഒരു നല്ല സ്ക്രിപ്റ്റ് ഉണ്ടാക്കി കാണിക്കും. എടാ അശ്വന്ത് കോക്ക് പട്ടി, നിന്റെ തമ്പനയിലുണ്ട് നീ ശരിക്കും നല്ലൊരു അധ്യാപകനാണെന്ന്. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാലോ, ഊമ്പിക്കോ ഊഞ്ഞാലാടരുതെന്ന്. ശരിക്കും പ്രൊഡ്യൂസേഴ്സിൻ്റെ ഊമ്പണതും ഊഞ്ഞാലാടുന്നതും നീയല്ലേടാ പട്ടി. ഊമ്പണതും ഊഞ്ഞാലാടുന്നതും അല്ല, നീ അവരെ ഊഞ്ഞാലാടി ഊമ്പിയല്ലേ നീ ജീവിക്കണത്. നീ ഊമ്പിയും ഊഞ്ഞാലാടിയല്ലേ നീ ജീവിക്കുന്നത്. നിനക്ക് ഊമ്പാനും ഊഞ്ഞാലാടാനും ഇനിയും സിനിമകൾ വരും. അവരെ പ്രൊഡ്യൂസേഴ്സിന്റെ ഊമ്പിക്കോ അവരത് നീ ഊഞ്ഞാലാടിക്കോ, ഇല്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ നിനക്ക് ഊഞ്ഞാലാടാനുള്ള കയറ് കെട്ടിത്തരാം. ഇതിപ്പോ നമ്മൾ കാണുമ്പോ തോന്നുന്ന അണ്ണൻ കോക്കിന്റെ പറയില് കയറ് കെട്ടി ഊഞ്ഞാലാടുന്ന പോലെ ഉള്ള കാര്യം പറയാലോ. ഒരു പടം എടുത്ത് പൊട്ടിച്ചിട്ട് കോക്കിന്റെ കൊട്ടയിലിട്ട് രക്ഷപ്പെടാൻ നടക്കുന്ന ഒരു സംവിധായകൻ. അയ്യോ ഗതികേട്. ആ തമ്മിൽ എന്താ കറക്റ്റ് അല്ലേ? ഊമ്പിക്കോ ഊഞ്ഞാലാടരുത്. ഇപ്പൊ നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് എന്തുവാ അത് തന്നെയാണ്. ഈ പറഞ്ഞതിന് ശേഷം പുള്ളി കുറെ റിവ്യൂ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറെ ഉണ്ണി വ്ലോഗ്, അതുപോലെ തിരുവനന്തപുരം എന്നൊക്കെ പറഞ്ഞ് പുള്ളിയുടെ റിവ്യൂ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് അവര് പറയുന്ന നല്ല ഭാഗങ്ങൾ 1-2 കട്ട് ചെയ്ത് വെച്ചേക്കാണ്. ഈ പടത്തെ പറ്റി പറയുന്ന നല്ല കുറച്ച് പോയിന്റ്സ് ഞാൻ ഒന്ന് കാണിക്കാവേ. ഈ സിനിമ വിജയിക്കേണ്ടത് അദ്ദേഹത്തിന്റെ കരിയറിന് ആവശ്യമാണ്. അദ്ദേഹം പുള്ളി പടം കണ്ടിട്ടില്ല. പടം കാണുന്നതിന് മുമ്പ് എടുത്ത ഒരു പോഡ്കാസ്റ്റ് ആണ് മാധവ് സുരേഷിനെ വെച്ച്. അതിനകത്ത് പുള്ളി പറയുന്നതാണ്. ഓക്കെ, അത് റിവ്യൂ ആയിട്ട് കൂട്ടണ്ട. സംവിധായകൻ വലിയൊരു ട്രോളിംഗ് മെറ്റീരിയൽ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല.
ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള, ഞാൻ പറയുന്നത് ഇതിൻ്റെ സംവിധായകനെ കുറിച്ചൊക്കെയാണ്. ഇവർക്ക് കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതായത് സിനിമയുടെ ഒരു സെക്കൻഡ് ഹാഫ് കഴിയുമ്പോൾ സിനിമ അവരങ്ങ് പിടിക്കുന്നുണ്ട്. ഇയാൾ ഗുണ്ടയായാലേ ഇവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. ആ ഒരു സാധനവും അത്യാവശ്യം കുഴപ്പമില്ലാതെ ആ ക്യാരക്ടറിനെ എഴുതി കൊടുത്തിട്ടുണ്ട്. സൈജു കുറുപ്പ് വന്നതിന് ശേഷമുള്ള കുറച്ച് ഭാഗങ്ങൾ, അല്ലെങ്കിൽ സൈജു കുറുപ്പ് സ്ക്രീനിലുള്ള ഭാഗങ്ങൾ, അത് വളരെ ഇമ്പാക്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നി. ആ ക്യാരക്ടറിന് ഒരു ആർക്കുണ്ട്, ഒരു ഗുണ്ടയുടെ ഒരു 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 പോക്ക് എങ്ങോട്ടാണ് അത്. പക്ഷേ നീറ്റായിട്ട് അത് ആ ക്യാരക്ടർ എഴുതിയിട്ടുണ്ട്, അങ്ങനെ നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു 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 പെയിൻ നമുക്ക് അതിൽ കാണാൻ സാധിക്കും. അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. തിരുവനന്തപുരം ആണ് ഉണ്ണി വ്ളോഗ്, അവരുടെ റിവ്യൂ ആണ് എടുത്ത് വെച്ചേക്കുന്നത്. നിങ്ങൾ അത് കാണും വിചാരിക്കും അവർ ഭയങ്കര പോസിറ്റീവ് റിവ്യൂ ആണ് ഈ സിനിമയ്ക്ക് വേണ്ടി പറഞ്ഞതെന്ന്. ഉണ്ണിയുടെ തമ്മിൽ ഇതാണ്, സങ്കടം സഹതാപം അംഗവട്ടത്തിന്റെ ആ തമ്മിലകത്ത് തന്നെ ഉണ്ട് എന്താ ഉദ്ദേശിച്ചേക്കുന്നത്. മറ്റേ പുള്ളിയുടെ തമ്മിൽ ഇതാണ്, ഞങ്ങൾ അനാഥരല്ല പക്ഷെ ഗുണ്ടകളാണ്. ഈ റിവ്യൂ ആണ് മറ്റേ പുള്ളി എടുത്ത് വെച്ചേക്കുന്നത്. ഇനി ഉണ്ണിയുടെ റിവ്യൂ ചേർന്ന് വെക്കാം, ഉണ്ണി പറയുന്നത് കേക്ക്. അകത്തേക്ക് മാധവ് സുരേഷ് എക്സ്പോസ്ഡ് ആവാണ്. പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ സിനിമയിൽ കാണുന്നത്. നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ഗുണ്ടകളാണ്, തല്ലിയേ പറ്റൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സിനിമ. കക്ക സൈജു ആയിട്ട് വരുന്നത് നമ്മുടെ ഷൈൻ ടോം ഗുണ്ടയുടെ പേരാണേ ചാക്കോയാണ്. ഷൈൻ ടോം ചാക്കോയുടെ സിനിമാ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവ് തന്നെയായിരിക്കും ഈ സിനിമ എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഷൈൻ്റെ എപ്പിസോഡ് എൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കാണുന്ന സമയത്ത് സിനിമയുടെ പോക്ക് കണ്ടിട്ട് പുള്ളി തന്നെ തീരുമാനിച്ചതാണോ എന്ന് നമുക്ക് തോന്നിപ്പോ. നമുക്ക് പോസിറ്റീവ്സിലേക്ക് കിടക്കാം. എന്നോട് പലരും ചോദിക്കാറുള്ള പോലെ എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. ആ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാണ് സിനിമയുടെ പോസിറ്റീവ്സിൽ ഒന്നാമത്തെ പോസിറ്റീവ്, സൈജു കുറുപ്പ് വന്നതിന് ശേഷമുള്ള കുറച്ച് ഭാഗങ്ങൾ, അല്ലെങ്കിൽ സൈജു കുറുപ്പ് സ്ക്രീനിലുള്ള ഭാഗങ്ങൾ, അത് വളരെ ഇമ്പാക്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നി. ചിലപ്പോൾ ബാക്കി ഭാഗങ്ങളൊക്കെ കണ്ട് തരിച്ചിരിക്കുന്ന സമയത്ത് സൈജു കുറുപ്പിനെ കണ്ട ആശ്വാസം കൊണ്ടായിരിക്കാം. എന്തായാലും അത്രയും പോസിറ്റീവ് പറഞ്ഞിട്ട് അതിനകത്ത് ഊക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാണ് മറ്റേ പുള്ളി എടുത്ത് വെച്ചേക്കുന്നത്. അതുപോലെ ചില സ്ഥലങ്ങളിൽ ഇവരിത് ക്യാമറയിൽ, ഫോൺ ക്യാമറയിലാണോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്നൊരവസ്ഥ. കുറച്ച് ആൾക്കാരും നമ്മുടെ മാധവൊക്കെ കൂടി ഒരു പാലത്തിൽ നിൽക്കുക. അപ്പോൾ പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ലൈറ്റ് അടിച്ചിട്ട് അങ്ങനത്തെ ഒരു ഷോട്ട് വെക്കുമല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ലൈറ്റ് ശക്തമായിട്ട് അടിക്കുകയാണ്. സൈജു കുറുപ്പാണ് അവിടെ ഇങ്ങനെ നിവർന്ന് നിൽക്കുന്നത്. അപ്പോൾ ആ ലൈറ്റിനെ ബ്ലോക്ക് ചെയ്തിട്ട് ഈ പുള്ളി നിൽക്കുന്നത്. ഇങ്ങേര് കൈ രണ്ടും പാലത്തിൻ്റെ കൈവരിയിൽ കുത്തിയിട്ട് ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഈ പുറകിൽ നിന്ന് വരുന്ന ലൈറ്റില്ലേ, ഇത് സൈജു കുറുപ്പിൻ്റെ മുകളിലത്തെ ബോഡി പാർട്ടിൽ എല്ലാത്തിനും കട്ട് ചെയ്ത് ഇങ്ങനെ വരുന്നതിൻ്റെ കൂടെ പുള്ളിയുടെ കാലിൻ്റെ ഇടയിൽ കൂടിയും ഈ ലൈറ്റ് വരുന്നുണ്ട്. ആ ലൈറ്റ് പക്ഷേ വളരെ ചുരുങ്ങിയൊരു സ്ഥലം കൊണ്ട് തീർന്നു. അപ്പം അവിടെ മാത്രം ഒരു ലൈറ്റ് ബൾബ് കത്തി നിൽക്കുന്ന പോലെ ഒരു സാധനം ഉണ്ടായിരുന്നു. കാലിൻ്റെ ഇടയിൽ ബൾബ്. ഇത് മൊത്തം കൊട്ടക്കഥയാണല്ലോ. നിങ്ങളത് എഡിറ്റിൽ പോലും ശ്രദ്ധിച്ചില്ലേന്ന് തോന്നി. എനിക്കത് കോമഡി ആയിട്ട് തോന്നി. ഇനിയിപ്പോൾ അതിലെന്തെങ്കിലും ഒരു മാസ് ഓറ ഉണ്ടോ, എനിക്കത് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല. സൈജു കുറുപ്പിന്റെ കാലിൻ്റെ ഇടയിൽ ഓറ, ഡയറക്ടർ ബ്രില്യൻസ്. പക്ഷേ ഈ സിനിമയിൽ എനിക്ക് തോന്നിയ ഏറ്റവും വലിയ പ്രശ്നം അതിലൊന്ന് മാധവ് സുരേഷിന്റെ പെർഫോമൻസ് ആണ്. സ്വാഭാവികം, എല്ലാവരും ഒരേ തരത്തിൽ പറയുന്ന കാര്യം മാധവ് സുരേഷിന്റെ പെർഫോമൻസ് ആണ്. അസ്വാഭാവിക അഭിനയത്തിന് ഇവിടെ കേസൊന്നും എടുക്കാൻ വകുപ്പില്ലാത്തത് കൊണ്ട് അദ്ദേഹം സിനിമയിൽ ഉടനീളം ആ പെർഫോമൻസ് അങ്ങനെ കാഴ്ചവെച്ച് പോകുന്നുണ്ട്. ഈ ഫൈറ്റിൻ്റെ ഇടയിലുള്ള അദ്ദേഹത്തിൻ്റെ അലർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ എക്സ്പ്രഷനൊക്കെ കാണുമ്പോൾ ശരിക്കും പുള്ളി ഇടിക്കുന്നതിനേക്കാൾ നല്ലത് കടിക്കുന്നതാണ് എന്നെനിക്ക് തോന്നിപ്പോയി. പക്ഷേ ഈ ഇടിക്കുന്ന സമയത്തൊക്കെയുള്ള പുള്ളിയുടെ അലർച്ച ഇവർ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് നന്നായിട്ട് തോന്നി. ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്തും എനിക്ക് ആ കഥാപാത്രം അല്ലെങ്കിൽ സിനിമയായിട്ടൊന്നും നമ്മളെ അടുപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു തോന്നലായിരുന്നു. ആക്ഷനും ഭയങ്കര രസമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ഇടിക്കാൻ വരുന്ന ആളെ ഇടിച്ച് തെറിപ്പിച്ചതിന് ശേഷം അടുത്ത ആൾക്ക് പുള്ളി വെയിറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ ഞാനിവിടെ റെഡി ആയിട്ട് നിൽക്കുക, അവന്മാർ വരാത്തതുകൊണ്ടാണ് എന്ന് പരിഭവം പറയുന്നത് പോലെ എനിക്ക് തോന്നി. പിന്നെ ഇതിലെ പേരുകളൊക്കെ ഭയങ്കര രസമാണ്. ഗുണ്ടകൾക്ക് കൊടുത്ത പേരാണെങ്കിലും പിന്നെ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തിന് അമ്മായി കുട്ടൻ എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പലതരം വെറൈറ്റി പേരുകൾ നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. രക്തമൊക്കെ വാരി കോരി ഒഴിക്കുന്നുണ്ട്, പക്ഷേ ആ ഒരു ഫീൽ കിട്ടുന്നില്ല. ഇപ്പം ഒരാൾ എൻ്റെ പ്രിയപ്പെട്ട ഒരാളെ കൊന്നിട്ടാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്, അപ്പം ഞാൻ അയാളെ തിരിച്ചു കൊല്ലുകയാണ്. ആ പ്രതികാരം, അതിൻ്റെ ഒരു ഫീലൊക്കെ വേണമല്ലോ. അപ്പം മ്യൂസിക്കും അതുപോലെ എഡിറ്റ്സിൽ കുറേ കട്ട്സൊക്കെ വാരിയിട്ടിട്ട് അവർ ആ ഇമോഷൻ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ കഥാപാത്രത്തെ ക്യാരി ചെയ്യുന്ന ആളുടെ മുഖത്ത് ആ ഇമോഷൻസും എക്സ്പ്രഷൻസും ഒന്നും വരാത്തത് കൊണ്ടുള്ള ഒരു കഷ്ടപ്പാട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഗുണ്ടകളാണ് ഇതിൽ കോമഡി ആയിട്ടുള്ളത്. മാധവൻ്റെ നിപ്പ് കാണുമ്പോഴേ നമുക്ക് ഒറ്റവെട്ടിനെ കൊന്നിട്ട് തിരിച്ചു പോകാം എന്ന് പറയുന്ന പോലെ ഏതൊരു ഗുണ്ടയ്ക്കും കോൺഫിഡൻസ് തോന്നേണ്ടതാണ്. പക്ഷേ ഇവിടെ ഗുണ്ടകളൊക്കെ 2 പേര് 3 പേരൊക്കെ കത്തിയും വാളുമൊക്കെ ആയിട്ട് നിന്ന് ഓരോരുത്തർ പോയിട്ട് അങ്ങോട്ട് ചെന്ന് അടി വാങ്ങിക്കുക. വാള് വീശാനുള്ള ഗ്യാപ്പ് കിട്ടിയാലും പുള്ളി വീശട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുക. അങ്ങനെ അടിക്കാനും വെട്ടാനും കുത്താനും ഒന്നും അറിയാത്ത കുറേ ഗുണ്ടകളുള്ളൊരു സിനിമയാണ്. പോലീസുകാരുടെ കാര്യമാണ് അതിലും വലിയ കഷ്ടം.
മാധവ് സുരേഷ് കാര്യമായിട്ട് ഇതിനകത്തൊന്നും ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ല. ആകെ ഒരു കേസേ ഉള്ളൂ. പക്ഷേ പോലീസുകാർ, അതായത് മറ്റേ IG DIG ലെവലിലുള്ള ഉദ്യോഗസ്ഥർ വട്ടം കൂടി ഇരിക്കുകയാണ്. സർ, ഇവൻ്റെ പുറകെ പോകാൻ ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങളുടെ മറ്റേ സ്ക്വാഡിനെ വിടാൻ പറ്റില്ല, ഇവനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ആളാണ്, അതുകൊണ്ട് നമുക്ക് ഈ ഓപ്പറേഷൻ പറ്റില്ല സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വലിയ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ പേടിച്ചിരിക്കുക. പക്ഷേ ഈ പുള്ളി മേജർ സിറ്റുവേഷൻസിലൊക്കെ ചുമ്മാ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് പോയി നിൽക്കുന്നു മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരാളെ പേടിച്ചിട്ട് നിൽക്കുന്നു. പിന്നെ അതുവരെ തല്ലും പിടിയും ഒന്നും അറിയാതിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു വലിയ ഗുണ്ടാ സംഘത്തിനെ തന്നെ ആക്രമിച്ച് തീർക്കുക എന്ന് പറയുന്ന സിനിമാറ്റിക് പരിപാടികളുണ്ട്. അത് വിശ്വസിക്കാൻ നമ്മൾ എത്ര ട്രൈ ചെയ്ത് കഴിഞ്ഞാലും വിഷ്വലി ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നൂല, പറ്റൂല. പിന്നെ ഈ സിനിമയിൽ മാധവൻ്റെ കുറേ പഞ്ച് ഡയലോഗുകളൊക്കെ ഉണ്ട്. നീതിയും നിയമവും ഒക്കെ നടപ്പിലാക്കേണ്ടത് ദൈവമല്ലേ, അത് അദ്ദേഹം മറ്റൊരാളിലൂടെ നടപ്പിലാക്കുന്നു, അയാളെ പിടിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് പോലീസുകാരോട് പറയുന്ന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഡയലോഗൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്ന് വെടികൊണ്ട് വീഴാൻ പോലും സ്ട്രഗിൾ ചെയ്യുന്ന മാധവ് സുരേഷിനെ കണ്ടപ്പോൾ ഇതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള അതേ അഭിപ്രായം തന്നെയാണ് പറയാനുള്ളത്. അപ്പം ഇതാണ് ഉണ്ണിയുടെ റിവ്യൂ. ഓൾമോസ്റ്റ് ഒരു 4 മിനിറ്റോളം ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇത്ര പോസിറ്റീവ് നിങ്ങൾ കേട്ടു എന്ന് എനിക്ക് അറിയില്ല. ഇതാണ് മറ്റേ പുള്ളി വലിയ കാര്യമായിട്ട് എടുത്ത് വെച്ചേക്കുന്നത്. ഓക്കെ, ഇനി തിരുവനന്തപുരന്റെ മാധവ് സുരേഷിന് ഞാൻ ശ്രദ്ധിച്ച കാര്യം, ഞാൻ പുള്ളിയുടെ മറ്റേ കുമ്മാട്ടിക്കളി ഒന്നും ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടില്ല, അല്ലാതെ കണ്ടിട്ടില്ല. അയാൾക്കൊരു സ്ക്രീൻ പ്രസൻസ് ഉണ്ട് കേട്ടോ, എവിടെയോ ഒരു സാധനം ഉണ്ട് പുള്ളി ഇങ്ങനെ നിൽക്കുമ്പോഴൊക്കെ. പക്ഷേ അഭിനയം വളരെ നന്നായിട്ട് ഇമ്പ്രൂവ് ആവാനുണ്ട്. നിൽക്കും എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് ഇവന്റെ അഭിനയം തന്നെയാണ്. ഇത്രയും ജീവിത പ്രാരാബ്ദത്തിൽ നിൽക്കുന്ന, ഇത്രയും സിനിമ അംബീഷനായിട്ട് കാണുന്ന ഈ സുജിത്ത് എന്ന് പറയുന്ന അദ്ദേഹം യവനെ കാസ്റ്റ് ചെയ്തപ്പോൾ തന്നെ പകുതി തോറ്റി. നിങ്ങൾക്ക് ഇത്രയും വലിയ അംബീഷൻ ഉണ്ടായിരുന്നെങ്കിൽ വേറെ ആരെങ്കിലും കാസ്റ്റ് ചെയ്താൽ പോരെ? മാധവ് സുരേഷിനെ വെച്ച് ഒരു എക്സ്പെരിമെന്റ് സ്വന്തം ജീവിതത്തിൽ എടുക്കേണ്ട ആവശ്യകത ഉണ്ടായിരുന്നോ? പുള്ളി അഭിനയിക്കാൻ അറിയത്തില്ലെന്നുള്ളത് ഇവിടെ പച്ചയായ യാഥാർത്ഥ്യമാണ്. ഒന്നെങ്കിൽ പഠിച്ചിട്ട് വരണം, അല്ലെങ്കിൽ ഇമ്പ്രൂവ് ആവാനുണ്ട്. എവിടെങ്കിലും ഒക്കെ വളരെ ആക്ടിങ് കളരിയിലൊക്കെ പോയി പഠിച്ചത് ഇമ്പ്രൂവ് ആയി വന്നു കഴിഞ്ഞാൽ ആക്റ്റീവ്. ഇത് പുള്ളിയെ കാണുമ്പോൾ തന്നെ ആൾക്കാർ കോമഡി മാസ് കാണിക്കുമ്പോഴും ചിരിക്കാതിരുന്ന പിന്നെ പടം എങ്ങനെ ആൾക്കാർക്ക് വർക്കാവണേ പറഞ്ഞിട്ട് കാര്യമില്ല. നോക്കുമ്പോൾ തിരിയുമ്പോൾ ഇതൊക്കെ ഡയലോഗ് ഡെലിവറി ഒക്കെ ഒട്ടും ഒരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യുന്നില്ല. ഈ സിനിമയിലും അങ്ങനെ ഇല്ല. അപ്പോൾ ഇദ്ദേഹത്തിനെ കാണിക്കുമ്പോൾ തന്നെ ഞാനിങ്ങനെ എന്തോ വലിയ പരിപാടി വരാൻ പോകണമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ തന്നെ ഇദ്ദേഹം വന്ന് നിന്നിട്ട് ഇങ്ങനെ പറയണം, ഒറ്റത്തന്തയ്ക്ക് പറയുന്നവനാണെങ്കിൽ കെട്ടിയിടാൻ അടിക്കണോ. അപ്പോഴേക്കും ധീരത കാണിക്കേണ്ടത് മണ്ടത്തരം കാണിച്ചിട്ടില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു നമ്മുടെ ഷൈൻ ടോം ചാക്കോ. ഇദ്ദേഹം തിരുവനന്തപുരംകാരനായിട്ടാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. മട്ടാഞ്ചേരി സ്ലാങ്ങിൽ ഉള്ള ഒരു പ്രത്യേകതരം തിരുവനന്തപുരം ഭാഷ, വെട്ടിക്കീറി കളയുമ്പോൾ അഴുക്കപ്പയല്ലേ എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. ബേസിക്കലി പുള്ളിയുടെ അല്ലാത്ത തന്നെ ഡയലോഗ്സ് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് പാടുണ്ട്. ഇതിൽ ട്രിവാൻഡ്രം സ്ലാങ് പിടിച്ചിരിക്കുകയാണ്. പക്ഷേ തുടക്കത്തിൽ കുറേ നേരം ഇങ്ങനെ ഇതെന്ത് മിസ്കാസ്റ്റ് ആണ് എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴേക്കും ആ ക്യാരക്ടറിന് ഒരു ആർക്കുണ്ട്, ഒരു ഗുണ്ടയുടെ ഒരു പോക്ക് എങ്ങോട്ടാണ് അത്. പക്ഷേ നീറ്റായിട്ട് അത് ആ ക്യാരക്ടർ എഴുതിയിട്ടുണ്ട്. അങ്ങനെ നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു പെയിൻ നമുക്ക് അതിൽ കാണാൻ സാധിക്കും. ഗുണ്ടയുടെ പെയിനെ കണ്ടിട്ട് നമുക്ക് എന്തിട്ടായി എന്തായാലും ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് ഇത് എങ്ങനെയാക്കി തീർക്കണമെന്ന് ഒരു അവസാനം ഇവർക്കൊരു മോട്ടീവ് ഉണ്ട് സിനിമയ്ക്ക്. പക്ഷെ അതിലോട്ട് എത്തിക്കാൻ വേണ്ടി എന്തൊക്കെ ചേർക്കണം എന്നുള്ളിടത്ത് ഭയങ്കര കൺഫ്യൂഷനായിട്ട് കുറെ വെട്ടുകുത്ത് പരിപാടികളായിട്ട് ഈ സിനിമ അങ്ങ് തീർന്നങ്ങ് പോയി. പ്രത്യേകിച്ച് വലിയൊരു ഹൈ മൊമെന്റോ ഇതൊന്നോ ഒരു സീറ്റ്. പക്ഷേ ഇത് കുറച്ചുകൂടി സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്ത് കുറച്ചുകൂടി സിനിമ ട്രിം ചെയ്തിട്ടേ നമുക്ക് അടുത്തെന്താവും നമുക്കിപ്പം മൊറ എന്നൊരു സിനിമ വന്ന സമയത്ത്. അപ്പം ഈ കണ്ടവരാരും ഒരു നല്ല പടം നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണൂ എന്നുള്ള രീതിയിൽ ആരും റിവ്യൂ പറഞ്ഞിട്ടില്ല. ഈ നിങ്ങൾ തന്നെ എടുത്ത് വെച്ചേക്കുന്ന റിവ്യൂസിന്റെ റിവ്യൂ ആണ്. അത് ഓൾ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. അപ്പൊ ഗോക്ക് മാത്രമല്ല പറഞ്ഞത്. ഗോക്ക് പറയുമ്പോൾ കുറച്ചും കൂടെ അഗ്രസീവ് ആയിട്ടാണ് ഗോക്ക് പറയുന്നത്, റിവ്യൂ പറയുന്നത്. അത് പുള്ളിയുടെ എല്ലാ റിവ്യൂവിനകത്തും അങ്ങനെ തന്നെ. പിന്നെ കോക്ക് അങ്ങ് പുണ്യാളനാണ് എന്നൊന്നും ഞാൻ എവിടെയും പറയുന്നില്ല. കോക്ക് പണം മേടിക്കുകയോ പണം മേടിക്കുന്നില്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഈ 1 ലക്ഷത്തിന്റെ കണക്ക് അതെന്തായാലും കോക്ക് മേടിക്കാൻ സാധ്യതയില്ല. മിനിമം ഒരു 10 ലക്ഷമെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ, 5 പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ നമുക്കൊക്കെ ഒന്ന് വിശ്വസിക്കാം. ഇത്രയും വ്യൂവർഷിപ്പ് ഉള്ള ചാനലിൽ 1 ലക്ഷം രൂപ പറഞ്ഞ് മേടിക്കാൻ പറ്റുമോ? അത് നടപടിയാവുന്ന കാര്യമില്ല. അതുകൊണ്ട് ആ ഒരു കാര്യം വിശ്വസിക്കാനേ പറ്റത്തില്ല. അപ്പൊ എന്താണെങ്കിലും ഇതാണ് ഡയറക്ടർ സുജിത്തിന്റെ കരച്ചില്. ഇതിപ്പോ എന്തിനാണോ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് നോ ഐഡിയ. എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരിക്കും, പടം ഇറക്കാനുള്ള വലിയ ഉദ്ദേശം ഉണ്ടാവും. അപ്പൊ ഇത് വെച്ചിട്ട് വീണ്ടും ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി പിന്നെയും ഒരു ലൈവ് ലൈറ്റിലോട്ട് വരാൻ വേണ്ടി ആയിരിക്കണം, നോ ഐഡിയ. എന്താണെങ്കിലും ഇതാണ് പടം എടുത്ത് പൊട്ടിച്ചിട്ട് കിടന്ന് മോങ്ങുന്ന മോങ്ങലി. കൂടുതലൊന്നും പറയുന്നില്ല. അപ്പൊ ശരി, ബൈ.